എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. പക്ഷെ യേശുവിന് മാത്രം ജനിക്കുവാൻ വഴിയമ്പലത്തിൽ സ്ഥലമില്ല. അത് ഒരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ തന്നെയും ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാവർക്കും ഇടമുണ്ട്, സ്ഥലമുണ്ട്. പലരുടെയും ജീവിതത്തിൽ പലതിനും അവർക്ക് സ്പേസ് ഉണ്ട്. പക്ഷെ സ്നേഹത്തോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവപുത്രന് ജനിക്കുവാൻ, ദൈവപുത്രന് പിറക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടം കൊടുത്തിട്ടുണ്ടോ? വഴിയമ്പലക്കാരൻ മറിയത്തെ റിജക്റ്റ് ചെയ്ത് വിട്ടതുപോലെ യേശുവിന് ജനിക്കുവാൻ അവസരം കൊടുക്കാതെ, സമയം കൊടുക്കാതെ, സാധ്യതകൾക്ക് വേണ്ടി ആ വാതിൽ തുറക്കാതെ ആ വഴിയമ്പലം യേശുവിൻ്റെ മുമ്പിൽ കൊട്ടിയടയപ്പെട്ടതുപോലെ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ കർത്താവിൻ്റെ മുമ്പിൽ അടഞ്ഞു പോകരുത്. ഈ ക്രിസ്മസിൽ യേശു ജനിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ആർട്ടിഫിഷ്യലായ കടയിൽ നിന്ന് മേടിച്ച പുൽത്തൊട്ടിയിലല്ല. ശരിക്കും യേശു ജനിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. യേശു ജനിക്കേണ്ടത്, യേശു വരേണ്ടത് നിങ്ങളുടെ ആത്മാവിലാണ്. നിങ്ങളുടെ ആത്മാവിലേക്ക് ആത്മാവായ ക്രിസ്തു വന്നാൽ, ബൈബിൾ പറയുന്ന ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും അവനിൽ പുതുതായി തീരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിനായി നിങ്ങൾ തുറക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിനായി നിങ്ങൾ സമർപ്പിക്കുമ്പോൾ യേശു നിങ്ങളുടെ അകത്ത് ജനിച്ച് ക്രിസ്തു നിങ്ങളുടെ അകത്ത് വളരുമ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിച്ച ഒരു മനുഷ്യൻ എന്നെങ്കിലും ഒരു കാലത്ത് ഈ ഭൂമിയിൽ മരിക്കാൻ പോകുന്നത് ക്രിസ്തുവിലായിരിക്കും. ആ വ്യക്തി മരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരെ ചേർക്കുവാനാണ് ഇനി വീണ്ടും കർത്താവ് മടങ്ങി വരുന്നത്.